ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്ന ഒരു വളരെ ചരിത്രപ്രസിദ്ധമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുവാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം ഇവിടുന്ന് 200 കിലോമീറ്റർ ഡിസ്റ്റൻസിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ബസ്സിൽ പോകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബസ് സ്റ്റാൻഡ് വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മൈസ് ചൂടാക്കി കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതാണ് നമുക്ക് പോകേണ്ട ബസ്. ഈ ബസ്സിൽ കയറിയാണ് ഞാൻ പോകുന്നത് വറങ്കൽ എന്ന സ്ഥലത്തേക്കാണ്. വറങ്കൽ എന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നമ്മൾ ബസ്സിൽ കയറി. അപ്പോഴാണ് കണ്ടത് സ്ത്രീകളെല്ലാം ഇതുപോലെ ആധാർ കാർഡ് കയ്യിൽ പിടിച്ചാണ് ഇരിക്കുന്നത്. അവർക്ക് പുതിയ സർക്കാരിൻ്റെ വന്നതിന് ശേഷം സ്ത്രീകൾക്ക് എവിടെ പോകുന്നതിനും ഏത് ബസ്സിൽ കയറുന്നതിനും എത്ര ദൂരം സഞ്ചരിക്കുന്നതിനും എത്ര പ്രാവശ്യം സഞ്ചരിക്കുന്നതിനും ഒരു രൂപയും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിനുവേണ്ടി അവർ ആധാർ കാർഡൊക്കെ പിടിച്ച് നിൽക്കുന്നതാണ്. പക്ഷേ ആണുങ്ങൾക്ക് പൈസ കൊടുക്കണം. ബസ് ഏകദേശം യാത്ര ആരംഭിച്ചു. അങ്ങനെ ഫ്രണ്ട്സ്, ബസ് യാത്ര ആരംഭിച്ചു. നമ്മൾ പോവുകയാണ്. ഏകദേശം 200 കിലോമീറ്റർ, ശരിക്കും എക്സാക്ട്ലി 150 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ വാറങ്കൽ, ഹനുമക്കൊണ്ട എന്ന ഭാഗങ്ങളിലാണ് നമുക്ക് പോകേണ്ടത്. സ്ത്രീകളൊന്നും ടിക്കറ്റ് കൊടുക്കേണ്ട കാര്യമില്ല, പുരുഷന്മാർ ടിക്കറ്റ് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഏകദേശം ഗോദാവരി നദിയുടെ അടുത്തെത്തി. ഗോദാവരി ബ്രിഡ്ജാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഗോദാവരി നദിയുടെ സൈഡിൽ കാണുന്ന വലിയൊരു അമ്പലമാണ് കുന്നിൻ മുകളിലുള്ളത്. ഇപ്പോൾ ഇവിടെ ഹാർവെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞു. അടുത്ത സീസണിന് വേണ്ടി കൃഷി ആരംഭിച്ചിരിക്കുന്നതാണ്. കൃഷിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ കൃഷി ആരംഭിച്ചു. ഇപ്പോൾ ഏകദേശം നമ്മൾ ഒത്ത നടുക്കെത്തി. ഗോദാവരി നദിയുടെ ഒത്ത നടുക്ക് എത്തിയിട്ടുണ്ട്. ഇത് ഡാം കെട്ടി നിർത്തിയാണ് വെള്ളം ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടുന്ന് വേറെ ഒരു ഓട്ടോ പിടിച്ച് ഏകദേശം നമ്മൾ 1000 പിലാർ ടെമ്പിൾ എന്ന ആ അമ്പലത്തിൻ്റെ മുമ്പിൽ, ഇത് ഹനുമക്കൊണ്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹനുമക്കൊണ്ട എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ വളരെ കാലങ്ങളായി കാണാം എന്ന് ആഗ്രഹിച്ച ഒരു അമ്പലമാണ് ഇത്. ഏകദേശം 1175 മുതൽ 1324 കാലഘട്ടങ്ങളിൽ പണിത ഒരു അമ്പലമാണ്. കാക്കതീയ രാജവംശത്തിലെ ഗണപതി ദേവൻ, രുദ്രാമാദേവി, പ്രതാപരുദ്രൻ എന്നിവരുടെ രക്ഷാകർത്തൃത്വത്തിൽ നിരവധി ഹിന്ദു ക്ഷേത്രങ്ങൾ വികസിപ്പിച്ചിരുന്നു. 1000 തൂൺ ക്ഷേത്രം 1175 മുതൽ 1324 കാലഘട്ടത്തിൽ രാജാവിൻ്റെ ഉത്തരവനുസരിച്ച് നിർമ്മിച്ചതാണ് വിശ്വസിക്കപ്പെടുന്നു. വാറങ്കൽ സന്ദർശിക്കേണ്ട ഏറ്റവും പ്രശസ്തമായ സ്ഥലം ഹനുമക്കൊണ്ട കുന്നിൻ്റെ അടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന 1000 തൂണുകളുള്ള ക്ഷേത്രമാണ്. ശരിക്കും ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഹനുമക്കൊണ്ടയിലാണ്. ഇതായിരുന്നു ആദ്യത്തെ കാകതീയ സാമ്രാജ്യത്തിൻ്റെ ആദ്യത്തെ ക്യാപിറ്റൽ സിറ്റി. പിന്നീട് രാജ്യം പ്രബലമായപ്പോൾ വറങ്കലിലേക്ക് അവരുടെ രാജധാനി ഷിഫ്റ്റ് ചെയ്തു. 12-ാം നൂറ്റാണ്ടിൽ കാകതീയ രാജാവായ രുദ്രദേവൻ ആണ് ഇത് നിർമ്മിച്ചത്. പ്രധാനമായും ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ശ്രീ രുദ്രേശ്വര സ്വാമി ക്ഷേത്രം എന്ന പേരിലും അറിയപ്പെടുന്നു. രുദ്രദേവൻ പുരാതന കാകതീയ വിശ്വകർമ്മ സ്ഥാപികളുടെ വാസ്തുശില്പി വാസ്തുവിദ്യാ വൈദ്യത്തിൻ്റെ കാര്യത്തിൽ ഇത് ഒരു മാസ്റ്റർ പീസായി നിലകൊള്ളുന്നു. ക്ഷേത്രത്തിൻ്റെയും എക്സിക്യൂട്ടീവ് ഓഫീസർ പി വേണുഗോപാൽ ഗ്രേഡ് 2 ആണ്. അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ ഭരണത്തിലും വികസനത്തിലും വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഡെക്കാൻ അധിനിവേശ സമയത്ത് തുഗ്ലക് രാജവംശം ഇത് നശിപ്പിച്ചു. അങ്ങനെയാണ് ഇതിൻ്റെ ചരിത്രം ഉറങ്ങുന്നത്. മെയിനായിട്ടും രുദ്രാമാദേവിയുടെ മൂവിയെല്ലാം നമ്മൾ കണ്ടതാണ്. രുദ്രാമാദേവി ഏകദേശം 27 വർഷമാണ് ഈ രാജ്യം, കാകതീയ രാജ്യം റൂൾ ചെയ്ത്. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയൊരു മഴയുണ്ടായിരുന്നു. എങ്കിലും ഭക്തജനങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. ആളുകൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുകയാണ്. വളരെ ലോകപ്രശസ്തമായ ഒരു അമ്പലം കൂടിയാണിത്. എല്ലാം വലിയ വലിയ തൂണുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 900-1000 വർഷം പഴക്കമുള്ള ഈ അമ്പലം എങ്ങനെ നിർമ്മിച്ചെന്നത് ഇപ്പോൾ തന്നെ നമുക്ക് അത്ഭുതമായിരിക്കുന്നു. കാരണം ഇത്രയും വലിയ
തൂണുകൾ, ഇത്രയും വലിയ കല്ലിൽ തീർത്ത തൂണുകൾക്ക് എങ്ങനെ അന്നത്തെ കാലത്ത് ഒരു ക്രെയിനോ അല്ലെങ്കിൽ ഒരു മെഷീനറിയോ ഇല്ലാതെ സഹായത്തോടെ എങ്ങനെ ഇത് നിർമ്മിച്ചെന്ന് തീർച്ചയായിട്ടും അത്ഭുതമാണ്. ഇത് മെയിനായിട്ട് 1000 പിലാർ ടെമ്പിൾ എന്നാണ് വിളിക്കുന്നത്. അതായത് 1000 തൂണുകൾ ഈ അമ്പലത്തിലുണ്ട്. ഇവിടെ ഈ ഭാഗത്തൊരു അമ്പല സമുച്ചയം, അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു അമ്പല സമുച്ചയം, അങ്ങനെ 2 ഭാഗങ്ങളിലായിട്ടാണ് നമുക്ക് ഈ ടെമ്പിൾ കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ഇതിനകത്താണ് ശിവൻ്റെ പ്രതിഷ്ഠ ഇതിനുള്ളിലാണ് ഉള്ളത്. ഓരോ ടെമ്പിളിൻ്റെയും ഓരോ തൂണിനും 1, 2, 3 അതുപോലെ ഇങ്ങനെ നമ്പർ ഇട്ടിട്ടുണ്ട്. മൊത്തം 1000 തൂണുകൾ നമുക്കിതിനകത്ത് കാണുവാൻ സാധിക്കും. നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഭക്തജനങ്ങളെല്ലാം വളരെ ദൈവത്തിനെ കാണുവാൻ വേണ്ടി വളരെ തിടുക്കപ്പെട്ട് നിൽക്കുകയാണ്. ക്യാമറ നമുക്ക് ആ ഷ്രൈൻ ഭാഗത്തേക്ക് എവിടെയാണോ ഓടിയിരിക്കുന്നത് അങ്ങോട്ട് അലൗഡ് അല്ല, പക്ഷേ പുറത്ത് നമുക്ക് ഏകദേശം ഇവിടം വരെ നമുക്ക് ക്യാമറ എടുക്കാൻ സാധിക്കും. എന്തായാലും വളരെ അത്ഭുതം നിറഞ്ഞ ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടെ ദക്ഷിണയായിട്ട് നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. അങ്ങനെ നമുക്ക് വിഷ്ണു ശിവ ഗോഡിനെ നമുക്ക് അകത്ത് കാണുവാൻ സാധിക്കും. എന്തായാലും വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മെയിനായിട്ടുള്ള പ്രതിഷ്ഠ ശരിക്കും ഈ അമ്പലം സ്ഥിതി ചെയ്യുന്ന ഹനുമക്കൊണ്ടയിലാണ്. മെയിനായിട്ടും പ്രതിഷ്ഠകൾ ശിവന്, വിഷ്ണു, സൂര്യൻ എന്നിവയാണ് ഈ അമ്പലത്തിൽ ആരാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ അമ്പലം യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള ലോക പൈതൃക സ്മാരകങ്ങൾ പട്ടികയിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ വാസ്തുശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാക്കത്യ, ചാളുക്യ, കടമ്പ ആർക്കിടെക്ചറിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ നേരത്തെ കാത്തിരിപ്പിനിടയിൽ നമുക്ക് ഉള്ളിലേക്ക് കയറി കാണുവാൻ സാധിക്കുന്നുണ്ട്. ക്യാമറ നമുക്ക് ഇവിടം വരെ അലൗഡ് ഉള്ളൂ. പൈസ ഇടുമ്പോൾ നമുക്ക് നമ്മുടെ നെറ്റിയിൽ പ്രത്യേക രീതിയിലുള്ള ചന്ദനം അവിടെ തൊട്ട് തരുന്നതായിരിക്കും. വളരെ ഭക്തിയോടുകൂടി തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. ശരിക്കും നമുക്ക് റിയലി അമേസിങ് ആണ്. ഇത്രയും വലിയ ടെമ്പിൾ എങ്ങനെയാണ് അക്കാലത്ത് നിർമ്മിച്ചിരിക്കുന്നത്, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഓരോ തൂണുകളിലും കൊത്തി ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് വളരെ വളരെ അത്ഭുതത്തോടുകൂടിയേ കാണുവാൻ പറ്റുകയുള്ളൂ. പണ്ടൊക്കെ കെട്ടിടം നിർമ്മിക്കുമ്പോൾ നമ്മൾ മുകൾ ഭാഗം വാർക്കുകയല്ല ചെയ്യുന്നത്. ഇപ്പോഴും തൂണുകൾ നിർത്തി ആ തൂണിൽ പരന്നതായിട്ടുള്ള കല്ലുകൾ കൊണ്ടാണ് ടവർ, അതായത് മുകൾ ഭാഗം ഉണ്ടാക്കുന്നത്. ഇവിടെ നമുക്കൊരു നന്ദി പശുവിൻ്റെ സ്റ്റാച്യൂയും കൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രത്യേകതരം കല്ലിലാണിത് പണിതിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ എല്ലാം ഒത്തിരി ഒരുപാട് ആളുകൾ വന്ന് എപ്പോഴും വിസിറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ദൂരദേശങ്ങളിൽ ആന്ധ്രാപ്രദേശിൽ നിന്നും തെലങ്കാനയിൽ നിന്നും അതുപോലെ തന്നെ കർണാടകയിൽ നിന്നും ഒത്തിരി ആളുകൾ ഈ അമ്പലം കാണുവാൻ വരുന്നുണ്ട്. രുദ്രാമാദേവി ഏകദേശം 27 വർഷമാണ് ഈ രാജ്യം ഭരിച്ചിരുന്നത്. പിന്നീട് കയാസ്താംബദേവൻ എന്ന് പറയുന്ന അവരുടെ കോട്ടിലെ തന്നെ ഒരാൾ സബോർഡിനേറ്റാൽ ചന്തുപ്പട്ടള എന്ന സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഈ അമ്പലം കാണുവാൻ വരണമെങ്കിൽ വറങ്കൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ അമ്പലമുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട വളരെ പുരാതനമായ ഒരു അമ്പലമാണ്. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ച ഈ അമ്പലം റിയലി അമേസിങ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പണിയാൻ സാധിക്കും എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യമാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള അമ്പല സമുച്ചയത്തിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെയാണ് പണ്ട് രാജാവും രാജ്ഞിയും പ്രതാപരുദ്ര, രുദ്രാമദേവി അങ്ങനെ ഒരുപാട് ആളുകൾ വന്നതും ഇവിടെ സ്ഥലം പിള്ളേരുടെ നമ്പർ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ ഈ ഭാഗത്ത് ചെറുതായിട്ട് മുകളിൽ ഭാഗത്ത്
ചെറുതായിട്ട് വെള്ളം ലീക്ക് വരികയാണെങ്കിൽ ഏകദേശം 150 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്. തെലങ്കാന സംസ്ഥാനത്തിൻ്റെ ഹനുമക്കൊണ്ട വറങ്കൽ ഹൈവേക്ക് അടുത്താണ് 1000 തൂണുകളുള്ള ക്ഷേത്രം. കകതീയ കല, വാസ്തുവിദ്യ, ശില്പം എന്നിവയുടെ മികച്ചും ആദ്യകാലമായ ഉദാഹരണങ്ങളൊന്നാണ്. പ്രാദേശികമായി ഈ അമ്പലത്തിനെ വിളിക്കുന്ന വേസ്തമ്പല ഗുഡി എന്നാണ്. മീൻസ് 1000 തൂണുകളുള്ള ക്ഷേത്രം എന്നറിയപ്പെടുന്നു. AD 1163 പിൽക്കാലത്ത് ചാലുക്യൻ്റെയും ആദ്യകാല കകതിയൻ വാസ്തുവിദ്യയുടെയും ശൈലിയിൽ നക്ഷത്രാകൃതിയിലുള്ള ഗുണീഭാവ്യമായ ശ്രീകോവിൽ ശൈലിയിൽ ഇത് നിർമ്മിച്ചത് രുദ്രദേവ എന്ന മഹാരാജാവാണ്. അദ്ദേഹത്തിന് ശേഷം ഇത് ശ്രീ രുദ്രേശ്വര സ്വാമിക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. 1000 തൂണുകളുള്ള വാസ്തുശില്പിയും ശില്പത്തിൻ്റെയും ഉത്തമ മാതൃകയാണ് ഈ ക്ഷേത്രം. സ്മൃതമായി കൊത്തിയെടുത്ത തൂണുകൾ, സുഷിരങ്ങളുടെ സ്ക്രീനുകൾ, വിശിഷ്ടമായ ഏക്കണുകൾ, പാറയിൽ കൊത്തിയ ആനകളും, മോണോലിത്തിക് ഡോളൈറ്റ് നന്ദിയും ക്ഷേത്രത്തിൻ്റെ ഘടകങ്ങളാണ്. കാകതീയ ശില്പികളുടെ കഴിവ് സാൻഡ് ബോക്സ് ടെക്നിക്ക് പോലുള്ള അടിത്തറകൾ ശക്തിപ്പെടുത്തിയിരുന്നു. ചാതുര്യമുള്ള കരകൗശലം, അവരുടെ കലയിലെ ദന്തനിർമ്മിതമായ കൊത്തുപണി എന്നിവയാണ് പ്രകടമാണ്. കാക്കതീയ ശില്പികളുടെ ചാതുര്യം കടൽച്ചക്രം, ഡോളൈറ്റ്, ഗ്രാനൈറ്റ് കല്ല്, രംഗമണ്ഡപയുടെ കരകൗശല ഓലുകൾ എന്നിവയിൽ തിളങ്ങുന്നു. തീർച്ചയായിട്ടും വളരെ അമേസിങ് ആയിട്ടുള്ളതാണ്. വലിയ വലിയ കവാടങ്ങളാണ്. നമ്മളിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈവൻ ഫ്ലോറിൽ വരെ പ്രത്യേകതരം ഡിസൈനുകൾ ഇവർ കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ആനയുടെ പടമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ സ്റ്റെപ്പുകളൊക്കെ വലുതായിട്ട് തോന്നുന്നുണ്ട്. ഇറങ്ങാനൊക്കെ ഇച്ചിരി പാട് നമ്മൾ പെടും. പിന്നീട് ഓരോ സ്റ്റെപ്പുകളും വളരെ വളരെ താഴ്ചയിലാണ് ഉള്ളത്. നമ്മൾ ഇറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഓരോ സ്റ്റെപ്പിൻ്റെയും ഡിഫറൻസ്. ഇതെല്ലാം കല്ലുകൾ നിർമ്മിച്ചുകൊണ്ടായിരിക്കണം ഇത്രയും ഡിസ്റ്റൻസിലുള്ളത്. അങ്ങനെ ഈ രണ്ടാമത്തെ സമുച്ചയം കണ്ട് നമ്മൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്തായാലും വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 1000 പില്ലർ, ജീവിതത്തിൽ ഒരുപാട് തവണ കാണണം എന്നാഗ്രഹിച്ചിട്ടുള്ള 1000 പില്ലർ നമുക്ക് കാണുവാൻ സാധിച്ചിരിക്കുന്നു. ശരിക്കും റിയലി അമേസിങ് ആണ്. ശരിക്കും ഈ കാക്കതീയ രാജവംശം, ചാളുക്യാസ്, അതുപോലെ ഇവർ വാരിയർ ചീഫായിരുന്നു. ഇവർ ജസ്റ്റ് ഹെൽപ്പേഴ്സ് ആയിരുന്നു, സബോർഡിനേറ്റ് ആയിരുന്നു രാഷ്ട്രകൂത്ത ആൻഡ് ചാളുക്യ രാജവംശത്തിലെ. അവരുടെ ജസ്റ്റ് ലൈക്ക് സബോർഡിനേറ്റ് ആയിരുന്നു. പിന്നീട് ഇവരുടെ മിലിറ്ററി പവർ കൊണ്ടും സ്കില്ല് കൊണ്ടും ഇവർ സ്വന്തമായിട്ട് ഒരു ഡൈനാസ്റ്റി ഹനുമക്കൊണ്ടയിൽ സ്ഥാപിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഓക്കെ, അതിനുശേഷം ഹനുമക്കൊണ്ടയിൽ സ്ഥാപിച്ചതിന് ശേഷം രാജ്യം വിപുലമായപ്പോൾ അവരുടെ ക്യാപിറ്റൽ വാറങ്കലിലേക്ക് മാറ്റി. രുദ്രദേവ എന്ന രാജാവാണ് ആദ്യമേ ഈ ഡൈനാസ്റ്റി സ്ഥാപിച്ചത്. 1158 മുതൽ 1195 വരെയാണ്. ഓക്കെ, പിന്നീട് ഇവർ വറങ്കലിലേക്ക് സൗകര്യപ്രദാർത്ഥം മാറ്റി. ഇതിനെക്കുറിച്ച് ഒക്കെ നമുക്ക് ഇവിടുത്തെ ഗവൺമെൻറ് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ട്, ഇവരുടെ കാക്കതീയ വംശജരെക്കുറിച്ചും അവരുടെ കാര്യങ്ങളും. ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് രുദ്രാമാദേവി ആയിരുന്നു. രുദ്രാമാദേവി ഏകദേശം റൂൾ ചെയ്ത് 1262 മുതൽ 1289 വരെയാണ് രുദ്രാമാദേവി ഭരിച്ചത് ഈ കാക്കതീയ ഡൈനാസ്റ്റി. ഏകദേശം 27 വർഷം പുള്ളിക്കാരത്തി ഈ റൂൾ ചെയ്തു. ഇപ്പോൾ ഈ കാണുന്നത് അമ്പലക്കുളമാണ്. അന്നത്തെ കാലത്ത് രുദ്രാമാദേവിയൊക്കെ ഇറങ്ങി കുളിച്ചിരുന്ന കുളമാണ്. ആ സ്റ്റെപ്പുകളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. പുള്ളിക്കാരത്തി റൂൾ ചെയ്തപ്പോൾ ഒരുപാട് ഫാമിലിയിൽ തന്നെ ഒരുപാട് എതിർപ്പുകളുണ്ടായിരുന്നു. കാരണം ഒരു ആൺ റൂളറല്ലല്ലോ. പുള്ളിക്കാരത്തി എപ്പോഴും ഒരു ആണിനെ പോലെയൊക്കെയാണ് വേഷം ധരിച്ച് കുതിരയിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. വളരെ ബ്രേവ് ആയിട്ടുള്ള നല്ല സ്കിൽഡ് ആയിരുന്നു യുദ്ധത്തിലൊക്കെ. ആൻഡ് പുള്ളിക്കാരത്തിയുടെ ഒരു ഗ്രാൻഡ് സൺ പ്രതാപരുദ്ര ഒക്കെ കൂടിയാണ് ഭരിച്ചിരുന്നത്. നമുക്കിതിനകത്തൊരു
ആമേനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, മെയിനായിട്ടും അവരുടെ മിലിറ്ററി ചീഫുകളിൽ നിന്നൊക്കെയായിരുന്നു അവർ പ്രോബ്ലം എപ്പോഴും ഏറ്റുകൊണ്ടിരുന്നത്. കയാസ്താംബദേവ എന്ന് പറഞ്ഞ സബോർഡിനേറ്റ് ആണ് രുദ്രാമദേവിനെ നൽഗൊണ്ട ഡിസ്ട്രിക്റ്റിലെ ചന്തുപ്പട്ല എന്ന സ്ഥലത്ത് വെച്ച് കൊല ചെയ്തത്. എന്തായാലും ഈ ചരിത്രമുറങ്ങുന്ന അമ്പലം കണ്ടു കഴിഞ്ഞപ്പോൾ തീർച്ചയായും വളരെ സായുജ്യമടഞ്ഞൊരു കാഴ്ചയാണ്. ഇനി നമ്മൾക്ക് അടുത്തത് കാണുവാൻ പോകേണ്ടത് വേറെ ഒരു ടെമ്പിളുണ്ട്. ആ ടെമ്പിളിൻ്റെ അടുത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. പക്ഷേ ഇത് നമ്മളിനി കാണാൻ പോകുന്ന ടെമ്പിൾ കാക്കാത്തിയരം ആയിട്ട് വലിയ ബന്ധമില്ലാത്തൊരു ടെമ്പിളാണ്. ഇത് ഏകദേശം 600കളിൽ പണി കഴിപ്പിക്കുന്ന ഒരു ടെമ്പിൾ നമ്മൾ കാണുവാൻ വേണ്ടിയാണ് പോകുന്നത്. ആ ടെമ്പിളിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് ഇറങ്ങി മറ്റൊരു ഓട്ടോയിൽ കയറി അടുത്തൊരു സ്ഥലത്തേക്ക്, നമ്മൾ അടുത്ത ഭദ്രകാളി ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. ആ ടെമ്പിൾ കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഭദ്രകാളി ടെമ്പിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കഥകൾ നമുക്ക് പറയുവാനായിട്ടുണ്ട്. സ്ത്രീശക്തിയുടെ പ്രതീകമായി ആരാധിക്കപ്പെടുന്ന ദേവിയാണ് ഭദ്രകാളി. പ്രകൃതി ഭംഗിയുടെ പശ്ചാത്തലത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രം അതിൻ്റെ ഭംഗി കൊണ്ടും പ്രസിദ്ധമാണ്. അപ്പോൾ നമ്മൾ ഈ ടെമ്പിൾ കാണുവാൻ വേണ്ടി വീണ്ടും അവിടുന്ന് കുറച്ചുകൂടി നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങി ഉള്ളിലോട്ട് പോകണം. അപ്പം ഏകദേശം അമ്പലത്തിൻ്റെ അടുത്തെത്തി. ഇതാണ് ഈ കാണപ്പെടുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം അമ്പലത്തിൻ്റെ മുമ്പിലെത്തി. ഓക്കെ, ഇവിടെ നമുക്ക് വലിയ ഒരു പാറ കാണുവാൻ സാധിക്കും. ഈ പാറയുടെ താഴ്ഭാഗത്താണ് ഭദ്രകാളി ടെമ്പിൾ നിലനിൽക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള, അതിനു മുമ്പിൽ വേറെ 2 സ്റ്റാച്യൂവും കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കലും ആ പാറയൊന്നും അവിടുന്ന് ഇങ്ങോട്ട് ഉരുണ്ട് താഴോട്ട് വീഴാറില്ല. സ്ത്രീശക്തിയുടെ പ്രതീകമായി ആരാധിക്കപ്പെടുന്ന ദേവിയാണ് ഭദ്രകാളി. പ്രകൃതി ഭംഗിയുടെ പശ്ചാത്തലത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രം അതിൻ്റെ ഭംഗി കൊണ്ടും ലാളിത്യം കൊണ്ടും പ്രസിദ്ധമാണ്. കാക്കതീയ കാലത്ത് നിർമ്മാണ രീതികളുടെ സ്വാധീനം ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളെ കാണാം. സൂര്യോദയ സമയത്തും അസ്തമയ സമയത്തും അതിൻ്റെ വെളിച്ചത്തിന് ക്ഷേത്രത്തിന് ഭംഗി ഇരട്ടിക്കുമെന്ന് വിശ്വാസികൾ പറയുന്നു. കാക്കത്തിയരുടെ മുമ്പേ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണിത്. ഇതിൽ തെന്നി മഴയായതുകൊണ്ട് തിന്നെ വീഴാതിരിക്കാൻ വേണ്ടി ചെറിയൊരു മാറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഭദ്രകാളി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കഞ്ഞ ക്ഷേത്രത്തിലൊന്നാണ് ഈ ഭദ്രകാളി ടെമ്പിൾ. ശരിക്കും ഇതൊരു കുന്നിൻ്റെ മുകളിൽ വറങ്കൽ നഗരത്തിനും ഹനുമക്കൊണ്ടയ്ക്കും ഇടയ്ക്കാണ് ഈ ഭദ്രകാളി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു തടാകത്തിൻ്റെ സൈഡിലാണ്. ഈ കാണുന്ന ഇവിടെ പശു നിൽപ്പുണ്ട്. ഈ പശുവിൻ്റെ ബാക്ക് സൈഡിൽ വലിയൊരു തടാകമുണ്ട്. പക്ഷേ ഈ തടാകത്തിൽ വെള്ളമൊന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. വരുന്ന ആളുകളെല്ലാം, ഭക്തജനങ്ങളെല്ലാം ഈ പശുവിൻ്റെ അടുത്ത് വന്ന് തൊഴുതിട്ടാണ് പോകുന്നത്. അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് കാണുവാൻ സാധിക്കും വലിയൊരു തടാകമുണ്ട്. പക്ഷേ അതിനകത്ത് വെള്ളം ഇപ്പോൾ ഇല്ല. വലിയൊരു പാറയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ശരിക്കും ഈ ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്നത് ചാളുക്യ ഭരണകാലത്താണ്. ഏകദേശം AD 625 ഈ അമ്പലം നിർമ്മിച്ചിരിക്കുന്നത്. ബട്ട് 1950കളിൽ ശ്രീ ഗണപതി ശാസ്ത്രിയും മറ്റ് ചില നാട്ടുകാരും ചേർന്നാണ് ഈ അമ്പലം വീണ്ടും പുതുക്കിപ്പണിത്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത് തിരിയൊക്കെ വെച്ച് കത്തിക്കുന്ന പടമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതിൻ്റെ മഹത്തായ ഭൂതകാലത്തിൻ്റെ ഏതാനും അടയാളങ്ങൾ മാത്രമെങ്കിലും ഈ ക്ഷേത്രം ഏറ്റവും പ്രശസ്തമായ ഒന്നാണ്. കൂടാതെ എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ഭക്തർ സന്ദർശിക്കുന്നു. ചരിത്രപ്രധാനമായ പ്രാധാന്യത്തിനൊപ്പം മതപരമായ പ്രാധാന്യത്തിനൊപ്പം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രകൃതിദത്തമായ പാറക്കൂട്ടങ്ങളും ഈ ക്ഷേത്രത്തെ തീർച്ചയായും സന്ദർശിക്കേണ്ടതാണ്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഭദ്രകാളിയാണ്. 8 കൈകളോടെ ആണ് ഭദ്രകാളി ഉള്ളത്. ഓരോന്നിനും ഓരോ ആയുധം വഹിക്കുകയും ആകർഷമായ കിരീടം ധരിക്കുകയും ചെയ്യുന്നു. 2.7 മീറ്റർ ഉയരമുള്ള വിഗ്രഹം കല്ലിൽ തീർത്തയാണ്. ദേവിയുടെ പുണ്യവാഹനമായ ഉഗ്രമായ സിംഹം ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് എതിർവശത്ത് സ്ഥാപിച്ചിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ നല്ല തിരക്കുണ്ട്. മഴയാണെങ്കിൽ പോലും നല്ല തിരക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ശ്രീകോവിൽ മഹാമണ്ഡപത്തിൽ ശിവൻ, ഹനുമാൻ, സുബ്രഹ്മണ്യ സ്വാമി, നവഗ്രഹങ്ങൾ എന്നിവയ്ക്ക് വേറെ വേറെ ആരാധനാലയങ്ങളും കല്ലിൽ ഉമാമഹേശ്വരിയുടെ ചിത്രങ്ങളും സ്ഥാപിച്ചിരിക്കുന്നു.
കല്ലിൽ കൊത്തിയെടുത്ത ദേവന്മാരുടെ ഏറ്റവും പഴമയേറിയ വിഗ്രഹങ്ങളിൽ ഇവ ഉൾപ്പെടുന്നുവെന്ന് പറയുന്നു. പ്രധാന ക്ഷേത്രത്തിന് പുറത്ത് നിർമ്മിച്ചിരിക്കുന്ന വിഘ്നേശ്വര ക്ഷേത്രം താരതമ്യേന സമീപകാലത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മൾ ക്യൂവിൽ നിൽക്കുകയാണ്. നിരവധി നാനാഭാഗത്തു നിരവധി ഭക്തജനങ്ങളാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമുക്ക് ഭദ്രകാളി പ്രതിഷ്ഠ കാണുവാൻ സാധിക്കുന്നത്. സ്ത്രീശക്തിയെ സൂചിപ്പിക്കുന്നു. ത്രിപുര സുന്ദരി എന്ന വാക്കിനർത്ഥം 3 ലോകങ്ങളിലെ സൗന്ദര്യം എന്നാണ്. കാളിരൂപം ഉൾക്കൊള്ളുന്ന ഈ അവസ്ഥ പ്രകൃതിയുടെ ഏറ്റവും വലിയ പ്രകടനമായി കണക്കാക്കപ്പെടുന്നു. നമ്മൾ കുറച്ചു നേരം ഇവിടെ കാത്തു നിൽക്കേണ്ടതായിട്ട് വന്നു. ഇപ്പോഴും നല്ല തിക്കും തിരക്കുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദേവിയുടെ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ നമുക്ക് വേറെ ഒരു 55 രൂപ ഇങ്ങോട്ട് കയറുവാൻ വേണ്ടി നമുക്ക് കൊടുക്കണമായിരുന്നു. അങ്ങനെ പുറത്തുനിന്ന് നമ്മളൊരു 55 റുപ്പീസ് നമ്മൾ പേ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇങ്ങോട്ട് കയറിയത്. ഇപ്പോൾ അയ്യപ്പന്മാർ ഒരുപാട് ആളുകൾ ഇവിടെ ഈ അമ്പലമായിട്ട് ഇപ്പോൾ ഓരോ കാര്യങ്ങളിൽ ഏർപ്പെട്ട് ഇവിടെ ആൾക്കാർ നിൽക്കുന്നു. ഇതാണ് തടാകം. ഈ ക്ഷേത്രത്തിൻ്റെ ആകർഷമായ സവിശേഷതയാണ് ഭദ്രകാളി തടാകം. ജലസേചനത്തിനും മറ്റും ആവശ്യങ്ങൾക്കും ജലസ്രോതസ്സായി വർദ്ധിക്കാനും കാകതീയ ഭരണകാലത്ത് നിർമ്മിച്ചിരുന്ന മനുഷ്യനിർമ്മിത തടാകമാണ്. ശരിക്കും ഇത് കാകതീയ ഭരണകാലത്തുണ്ടാക്കിയ മനുഷ്യനിർമ്മിതമായ തടാകമാണ്. ഇവിടെ ഒരു വലിയ പാറക്കല്ലുകളും നമ്മൾ പേടിച്ചു പോകും, ഇത് പാറക്കല്ല് പുറകോട്ട് മറിഞ്ഞു വീഴുമെന്ന്. പക്ഷേ ഒരിക്കലുമില്ല. 2.5 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ഈ തടാകം കുന്നുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. സമീപത്തായി ഒത്തിരി പ്രകൃതിദത്തമായ പാറക്കൂട്ടങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ ആത്മീയ പ്രഭാവലയം വർദ്ധിപ്പിക്കുന്ന സമാധാനപരമായ ഒരു ക്രമീകരണം ഇത് അവതരിപ്പിക്കുന്നു. പുറത്ത് ആളുകളൊക്കെ പൂ വയ്ക്കുന്നുണ്ട്. ഓരോ കൊട്ടയ്ക്കും 250 രൂപ വെച്ചാണ് നമുക്ക് ഈ പൂവുകൾക്ക് വിലയുള്ളത്. ചോദിച്ചപ്പോൾ 250 രൂപ എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇങ്ങനെ മനോഹരമായ ഭദ്രകാളി ടെമ്പിൾ ക്ഷേത്രവും കണ്ട് നമ്മൾ അവിടെ നിന്ന് മടങ്ങി. ഇനി ഒരുപാട് സ്കൂൾ ബസ്സുകളൊക്കെ വന്നിട്ടുണ്ട്, കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഈ അമ്പലം അവിടെ നിന്ന് നമ്മൾ ചരിത്രപ്രസിദ്ധമായ വേറെ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഈ കാണാൻ പോകുന്ന സ്ഥിരം റിയലി അമേസിംഗ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇതാണ് വാറങ്കൽ ഫോർട്ട്. കാക്കത്തിയന്മാരുടെ വാറങ്കൽ ഫോർട്ടാണിത്. ഈ ഫോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതുരത്തിലുള്ള പല തൂണുകളാൽ പല ഭിത്തികളാൽ നിർമ്മിക്കപ്പെട്ട വാറങ്കൽ ഫോർട്ട് ആണ്. ഇങ്ങോട്ട് നമ്മൾ കയറുന്നത്. ഇപ്പോഴും ഇതാണ് ഫോർട്ടിൻ്റെ ഫസ്റ്റ് എൻട്രൻസ്. ഈ ചെറിയ വഴികളിലൂടെ മാത്രമേ ആളുകൾക്ക്, ഇവിടെയും സെക്യൂരിറ്റി ഗാർഡുകളുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ആ സെക്യൂരിറ്റീനെ കൊന്നതിന് ശേഷം മാത്രമേ പുറത്തുനിന്നുള്ള സ്ട്രേഞ്ചേഴ്സിന് അങ്ങോട്ട് കയറുവാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഏകദേശം 1000 വർഷം പഴക്കമുള്ള ഈ നിർമ്മിതി ഇപ്പോഴും റിയലി അമേസിംഗ് ആണ്. പല വളയങ്ങളായിട്ടാണ് ഈ ഫോർട്ട് ഇങ്ങനെ വട്ടത്തിൽ ഏകദേശം ഒത്തിരി കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്നു. ഇപ്പോൾ ഇവിടെയൊക്കെ സെറ്റിൽമെൻ്റ് ആയിട്ടുണ്ട്. ഈ കോട്ടയ്ക്കുള്ളിൽ ഒത്തിരി ആളുകൾ വീടുകളൊക്കെ വീടുങ്കൽ എന്ന സ്ഥലം AD 8-ാം നൂറ്റാണ്ടിൽ രാഷ്ട്രകൂത്ത രാജവംശത്തിൻ്റെയും AD 10-ാം നൂറ്റാണ്ടിൽ പശ്ചിമ ചാലുക്യ സാമ്രാജ്യത്തിൻ്റെയും ഭരണത്തിന് കീഴിലായിരുന്നു. ഏകദേശം 12-ാം നൂറ്റാണ്ടിലാണ് ഇത് കാക്കതീയ രാജവംശത്തിൻ്റെ നിയന്ത്രണത്തിലായത്. ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെയും തുടർന്നുള്ള മെച്ചപ്പെടുത്തലുകളുടെയും കൃത്യമായ ഡേറ്റിംഗ് അനിശ്ചിതമാണെങ്കിലും ചരിത്രകാരന്മാരും പുരാവസ്തു ഗവേഷകരും പൊതുവെ ഈ അംഗീകരിക്കപ്പെട്ട ഇഷ്ടി കൊണ്ട് നിർമ്മിച്ച ഒരു പഴയ കെട്ടിടം ആണ്. നമ്മളങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു. ഇതാണ് വാറങ്കൽ ഫോർട്ട്. ഇങ്ങോട്ട് ഉള്ളിലോട്ട് കയറി എത്തണമെങ്കിൽ ഒരുപാട് മതിലുകൾ, ചുറ്റുമതിലുകൾ കയറിയ ശേഷമാണ് നമുക്കിങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ഏകദേശം 20 രൂപ ഫീസ് അടയ്ക്കണം. ഇതാണ് വാറങ്കൽ ഫോർട്ട്. ഓക്കെ, ശരിക്കും ഇവിടെ അവശേഷിപ്പുകൾ മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് ഡൽഹി സുൽത്താനേറ്റിൽ നിന്നും ആളുകൾ വന്ന് ഏതാണ്ട് 1 ലക്ഷം അടങ്ങുന്ന ആളുകൾ വന്ന് ഇത് നശിപ്പിക്കപ്പെട്ടിരുന്നു. ഇതാണ് ഇവരുടെ കാക്കതീയ തോരണം എന്ന്. ഗവൺമെൻറ് പുതിയ തെലങ്കാന ഫോം ചെയ്തതിന് ശേഷം ഗവൺമെൻറ് ഈ കാക്കതീയ തോരണം അവരുടെ എംബ്ലമായിട്ട്, വലിയ സൈഡിൽ കണ്ട ഈ തോരണം, ഇത് എംബ്ലമായിട്ട് ഗവൺമെൻറ് ഒഫീഷ്യൽസ് എംബ്ലമായിട്ട് അവർ എടുത്തിട്ടുണ്ട്. കാക്കതീയ തോരണം എന്നാണ് അറിയപ്പെടുന്നത്.
ഒരുപാട് കെട്ടിട സമുച്ചയങ്ങളാണ് അക്കാലത്തുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ എല്ലാം അവശേഷിപ്പുകൾ മാത്രമേ ഇപ്പോൾ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഡൽഹി സുൽത്താനേറ്റിൽ നിന്ന് ഏകദേശം 1,00,000 ആളുകൾ വന്ന് കാക്കത്തിയരെ എല്ലാം കൊന്നൊടുക്കുകയും അതുപോലെ തന്നെ ഇവിടുത്തെ മൊനുമെൻസുകൾ, ചെറിയ ചെറിയ കെട്ടിടങ്ങളെല്ലാം തകർത്തു എന്നാണ് ചരിത്രത്തിൽ പറയപ്പെടുന്നത്. വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു കൺട്രി ആയിരുന്നു കാക്കത്തിയ. ഏകദേശം 100-300 വർഷങ്ങൾ അവർ റൂൾ ചെയ്തിരുന്നു. ഇതുപോലെ ചെറിയ ചെറിയ അമ്പലങ്ങളും, ഇത് ഓപ്പൺ ആയിട്ടുള്ള ഗ്രൗണ്ടാണ്. ഒരുപാട് കെട്ടിടങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. എല്ലാം കല്ലിൽ തീർത്തിരിക്കുകയാണ്. ഈ കൊത്തുപണികളൊക്കെ വളരെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നന്ദി പശുവിൻ്റെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പശുവിൻ്റെ ഇതിൻ്റെ നിർമ്മാണത്തിന് തുടർന്ന് മെച്ചപ്പെടുത്തും. കൃത്യമായ ഡേറ്റിങ് നമുക്കിപ്പോഴും കൃത്യമല്ല. ഗവേഷക പൊതുവരെ അംഗീകരിക്കപ്പെടുന്ന ഇഷ്ടി കൊണ്ട് നിർമ്മിച്ച ഒരു പഴയ കെട്ടിടം ഗണപതിദേവൻ രാജാവ് AD 1199 AD 1262 കല്ലുകൊണ്ട് മാറ്റി. അദ്ദേഹത്തിൻ്റെ മകൾ രുദ്രാമദേവിയാണ് ഈ പണികളെല്ലാം പൂർത്തിയാക്കിയത്. 1289 വരെ ഇവർ ഭരിക്കുകയും ചെയ്തു. രുദ്രാമദേവിയുടെ ചെറുമകനായ പ്രതാപരുദ്ര രണ്ടാമൻ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ കാലഘട്ടം സുവർണകാലം എന്നറിയപ്പെടുന്നു. 20 വർഷങ്ങൾക്ക് ശേഷം ഈ രാജ്യം ഡൽഹി സുൽത്താനേറ്റ് കീഴടക്കി. ഗണപതിദേവ, രുദ്രാമദേവി, പ്രഭാതരുദ്ര എന്നിവരെല്ലാം കോട്ടയുടെ ഉയരം വർദ്ധിപ്പിച്ചു. കവാടങ്ങളും ചതുരാകൃതിയിലുള്ള കൊത്തളങ്ങളും അധികവൃത്താകൃതിയിലുള്ള മൺമതിലുകളും നിർമ്മിച്ചു. ഇത് കാക്കത്തിയ കാലഘട്ടത്തിൻ്റെ അവസാനത്തോട് അടുക്കുന്നു. 1309 അലാവുദ്ദീൻ ഖിൽജിയുടെ സേനാനായകനായ മാലിക് കഫൂർ 1,00,000 പേരടങ്ങുന്ന ഒരു വലിയ സൈന്യവുമായി കോട്ടയെ ആക്രമിക്കുകയും അതിനെ വളയുകയും ചെയ്തു. പ്രതാപരുദ്ര രണ്ടാമനും അദ്ദേഹത്തിൻ്റെ ആളുകളും ശക്തമായ കൽമതിലുള്ള കോട്ടയ്ക്കുള്ളിൽ സുരക്ഷിതമായിരിക്കുകയും അധിനിവേശ സൈന്യവുമായി മാസങ്ങളോളം ധീരമായി പോരാടുകയും ചെയ്തിരുന്നു. 6 മാസത്തിലേറെയായി ഉപരോധം പിൻവലിക്കാൻ കഴിയാതെ വന്നതിനാൽ പ്രതാപരുദ്ര രണ്ടാമൻ കപൂറുമായി ഒരു സന്ധിക്ക് സമ്മതിച്ചു. കാരണം രണ്ടാമത്തെ സമീപ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും വൻ നാശം അഴിച്ചുവിട്ടു. ഈ ഉടമ്പടിയിൽ ശ്രദ്ധേയമായ കോഹിനൂർ വജ്രം, വിവിധ അമൂല്യ നിധികളും ഉൾപ്പെടുന്നു. അത് അദ്ദേഹം ഡൽഹിയിലേക്ക് തിരികെ കൊണ്ടുപോയി. അമീർ ഖുസ്രോ ഈ ഉപരോധം വിവരിച്ചു. സൈന്യത്തിൻ്റെ അതിനെ മറികടക്കുന്നതിന് മുമ്പ് അഴുക്കുകൊണ്ട് നിറയ്ക്കേണ്ട മുൻവശത്ത് ആഴത്തിലുള്ള കിടങ്ങുകളും ശക്തമായ പുറം കാഠിന്യമുള്ള ചെളിഘടനയും കൊണ്ട് കോട്ടകൾ ഉൾക്കൊള്ളുന്നത് ഇങ്ങനെയാണ്. അകത്തെ കോട്ട കല്ലുകൊണ്ട് നിർമ്മിച്ചതും മുസ്ലിം സൈനികർ നീന്തിക്കിടക്കുന്ന ഒരു കിടങ്ങ് ചുറ്റപ്പെട്ടതുമാണ്. ഖുസ്രോ വിവരിച്ച കോട്ട ഇന്ന് നിലനിൽക്കുന്ന കോട്ടകളുടെ 2 ആന്തരിക വൃത്തങ്ങളുമായി പൊരുത്തപ്പെടുന്ന മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഒടുവിൽ 1310 കഫൂർ കോട്ട വിട്ടപ്പോൾ 2000 ഒട്ടകങ്ങളെ അദ്ദേഹം ഔദാര്യമായി കൊണ്ടുപോയി. ഡൽഹി സുൽത്താനേറ്റുമായി സമാധാനം സ്ഥാപിക്കാനുള്ള വ്യവസ്ഥകൾ പ്രതാപരുദ്ര രണ്ടാമന് ഒരു വാർഷിക കപ്പം നൽകുകയും ഡൽഹി സുൽത്താനുള്ള തൻ്റെ കീഴ്വഴക്കത്തെ സൂചിപ്പിക്കുന്നു. ഒരു ഉപനദി രാജാവ് എന്ന നിലയിൽ അദ്ദേഹം എല്ലാ ദിവസവും ഡൽഹിയെ വണങ്ങുമെന്നും ഒരവസ്ഥ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1318 വീണ്ടും അലാവുദ്ദീൻ ഖിൽജിയുടെ മകൾ ഖുസ്രോ ഖാൻ്റെ നേതൃത്വത്തിൽ ഖുത്ബുദ്ദീൻ മുബാറക് ഷായുടെ സുൽത്താനേറ്റ് സൈന്യം വാറങ്കൽ കോട്ട ആക്രമിക്കുകയും ഉപരോധിക്കുകയും ചെയ്തു. അധിനിവേശക്കാർ കിടങ്ങിന് കുറുകെ 450 അടി ചുറ്റുപാട് സ്ഥാപിച്ചു. അത് കോട്ടഭിത്തി കൽഭിത്തിക്ക് തകർത്ത് പിടിച്ചെടുക്കുവാൻ അവരെ പ്രാപ്തരാക്കി. പ്രതാപരുദ്ര രണ്ടാമൻ വീണ്ടും സുൽത്താന് ഒരു വലിയ ആദരാജ്ഞലി അർപ്പിച്ചു. കുതിരകളുടെയും ആനകളുടെയും ഒരു സംഘത്തെ രൂപത്തിൽ ഇത് ഡൽഹി സുൽത്താനേറ്റിന് നൽകേണ്ട വാർഷികകുലമായി മാറി. 1320 ഖൽജിക്ക് പകരക്കാരൻ അന്നത്തെ ഡൽഹി ഭരണാധികാരി സുൽത്താൻ യത്ത് അൽ ഇൻ തുഗ്ലക് തൻ്റെ മകന് ഉലുഖാനെ ഒരിക്കൽ കൂടി വാറങ്കൽ കോട്ട ആക്രമിക്കാൻ അയച്ചു. മൂന്നാമത്തേതും അവസാനത്തെയും പ്രാവശ്യം കോട്ടയെ ഉപരോധിച്ച സുൽത്താൻ മുഹമ്മദ് തുഗ്ലക് കോട്ട ആക്രമിച്ചു. ആഭ്യന്തര കലഹത്തെ തുടർന്ന് ഉലുഖാന് പിൻവാങ്ങേണ്ടി വന്നു. 4 മുതൽ 6 മാസത്തെ താൽക്കാലിക വിശ്രമത്തിന് ശേഷം വീണ്ടും 63,000 സൈനികരുമായി അമ്പെയ്ത്ത് കൊണ്ട് മടങ്ങിയെത്തി. കോട്ട ആക്രമിക്കുകയും 5 മാസങ്ങളോളം ക്രൂരമായ തന്ത്രങ്ങൾ ഉപയോഗിച്ച് മതിലുകൾ ഭേദിക്കുകയും 5 മാസത്തോളം പുരുഷന്മാരുടെ വലിയ നഷ്ടം വരുത്തുകയും ചെയ്തു. പ്രതാപരുദ്ര രണ്ടാമൻ ഏതാനും 1000 സൈനികരെ മാത്രം ഉപയോഗിച്ച് കോട്ടയെ നയിച്ചു. അവരിൽ ചിലരെയും ഗ്രാമപ്രദേശങ്ങളിലൂടെ നയിച്ചു. തുഗ്ലക്കുകാർക്കെതിരെ അവരുടെ വിജയം ആഘോഷിക്കാൻ പൗരന്മാർക്ക് ഭക്ഷണദാനങ്ങൾ തുറന്നു കൊടുത്തു. അദ്ദേഹം കോട്ടയ്ക്ക് പുറത്ത് ജനക്കൂട്ടത്തെ കൂട്ടക്കൊല ചെയ്തു. കാർഷികമായ കളപ്പുരകൾ എല്ലാം നശിപ്പിച്ചു.
അതിനുശേഷം അങ്ങനെ ഒരുപാട് സ്ട്രഗിളിന് ശേഷമാണ് വറങ്കൽ ഈ കോട്ട വിട്ടുകൊടുത്തത്. ഇവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ കാഴ്ചകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ ഏകദേശം സമയം രാത്രിയായി, ശരിക്കും ഇരുട്ടി തുടങ്ങി. നമുക്ക് വ്യക്തമായിട്ട് കാഴ്ചകളൊന്നും കാണുവാൻ സാധിക്കുന്നില്ല. എന്തായാലും വളരെ വളരെ ഭംഗിയുള്ള കോട്ടയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കണ്ടിരുന്നത്. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള ഈ കെട്ടിടങ്ങൾ കാണുവാൻ സാധിച്ചതിൽ തീർച്ചയായിട്ടും ഞാൻ വളരെ ചാരിതാർത്ഥ്യനാകുന്നു. ആ കാലത്ത് എങ്ങനെയൊക്കെയാണ് ചില ആളുകൾ പറയുന്നത് ഇത് ഒരു ഫാക്ടറി ആയിരുന്നു എന്ന് പറയുന്നത്. മറ്റ് അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ നിന്ന് നിർമ്മിച്ച് കൊണ്ടുപോകുന്നതാണെന്നാണ് പറയുന്നത്. പക്ഷേ എന്തായാലും നമുക്ക് കറക്റ്റായിട്ട് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും വളരെ അമേസിങ് ആയിട്ടുള്ള കക്കതിയന്മാരുടെ കാലഘട്ടത്തെ ഈ നിർമ്മിതികൾ ഇപ്പോഴും നമ്മൾ വിസ്മരിക്കേണ്ട. അന്നത്തെ കാലത്ത് അങ്ങനെ ഇതെല്ലാം കണ്ട് ഞാൻ അവിടെ നിന്ന് പയ്യെ മടങ്ങി. ഒരുപാട് സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഇത് കാണാൻ വേണ്ടി. 20 രൂപ മാത്രമേ ഉള്ളൂ ഈ പാസ് എടുത്ത് നമുക്ക് ഈ ഈ കോട്ടമതിലിനുള്ളിൽ പ്രവേശിക്കാൻ വേണ്ടി. 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം ക്ലോസ് ചെയ്യും. പിന്നെ സന്ദർശകർക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. അങ്ങനെ ഇതെല്ലാം കണ്ട് തൊട്ടടുത്ത് സ്വയംഭൂ ശിവ ടെമ്പിൾ എന്ന് പറഞ്ഞ ആ ലിംഗം, അതിനകത്തുള്ള ശിവൻ്റെ ലിംഗം ആരും നിർമ്മിച്ചാൽ ഓട്ടോമാറ്റിക്കലി നാച്ചുറലി കണ്ടൊരു ലിംഗം ആണ്. അത് വെച്ചാണ് അവിടെ ഒരു ടെമ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ചേട്ടൻ ഇവിടെ ഈ സ്വയംഭൂ ശിവ ടെമ്പിളിൻ്റെ തൊട്ടടുത്തുള്ള കച്ചവടക്കാരനാണ്. ചന്ദനത്തിരികൾ അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ നിറഞ്ഞു. ഈ ചേട്ടൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഡൽഹി സുൽത്താനേറ്റ് ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് ഇതെല്ലാം ഛിന്ന ഭിന്നമാക്കിയതും നശിപ്പിച്ചതും ആ കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. വളരെ വർഷം പിടിച്ചു നിൽക്കാൻ കാക്കത്തിയന്മാർക്ക് അവരുടെ ലക്ഷക്കണക്കിന് വരുന്ന സൈന്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമാണ് ആ ചേട്ടൻ പറഞ്ഞത്. അങ്ങനെയാണ് ഇതെല്ലാം നശിച്ചു പോയത്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു അമ്പലമാണ് സ്വയംഭൂ ശിവ ടെമ്പിൾ. ഈ ടെമ്പിളിൻ്റെ ചരിത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ശിവലിംഗം നാച്ചുറലി അങ്ങനെ കാണപ്പെട്ടു. ഫാർമേഴ്സ് പോയ സമയത്ത് ശിവലിംഗം കണ്ടു. അങ്ങനെ ഒക്കെയാണ് കഥകൾ. വീണ്ടും ഓരോരോ ചുറ്റും കോട്ടമതിലുകളും കടന്ന് ഞാൻ വീണ്ടും പുറത്തേക്ക് കടന്നു. ഇങ്ങനെ വലയത്തിലാണ്, അങ്ങനെ ഒത്തിരി റിങ്സ് പോലെയാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ഫൈനലി നമ്മൾ അവിടെ നിന്ന് പുറത്ത് കടന്നു. ശരിക്കും റിയലി ഇപ്പോഴും പുറത്ത് കടന്നിട്ടില്ല. ശരിക്കും ഇത് അടുത്തൊരു കോട്ടമതിലാണ്. അങ്ങനെ തന്നെ ഓരോരോ കോട്ടമതിലും കടന്നു വേണം നമുക്ക് പുറത്ത് കടക്കാൻ. അതായത് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആർക്കും പെട്ടെന്ന് പുറത്തുനിന്ന് വരുന്ന ഒരാളുകൾക്ക് കോട്ടയ്ക്കുള്ളിലോട്ട് കയറി എത്ര ലക്ഷക്കണക്കിന് ആളുകൾ വന്നെങ്കിൽ പോലും 6 മാസമൊക്കെ എടുത്തേക്കാണ് ഇവരെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയത്. സോ എന്തായാലും അങ്ങനെ അതെല്ലാം കണ്ട് നമ്മൾ നേരെ വറങ്കൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. ഇതാണ് ഈ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നവർ ഈ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി ഇവിടെ നിന്നാണ് നമ്മൾ ഈ അമ്പലവും കാണുവാൻ, അതുപോലെ ഫോർട്ടും കാണുവാൻ പോകേണ്ടത്.